After going through the first information report, this court feels that prima facie case against the accused has been established. Hence, the accused is ordered to be remanded to judicial custody for 15 days. എന്താണ് ഓർമ്മ? തന്റെ കേസ് ഇനിയും പഠിച്ചു കഴിഞ്ഞില്ലേ? മാറി നിൽക്കടോ. വെട്ടം മറിയാതെ മാറി നിൽക്കാൻ. തന്റെ പേരെന്താ? പേരെന്താണെന്ന്? അപ്പു. ഞാൻ വർമ്മ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് എങ്ങനെ ഗോപനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര പെർഫെക്റ്റ് FIR ആണ് ഗോപൻ എഴുതിയത്. ഏത് കൊടി കെട്ടിയ വക്കീലിന് വന്നാലും അപ്പ് രക്ഷപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ ഒരു ചെറിയ അബദ്ധം പറ്റി. ആ റേപ്പിന്റെ കാര്യം ഒന്ന് പ്രസ് ചെയ്തിരുന്നെങ്കിൽ കേസിനൊന്നുകൂടെ ബലം കൂടിയനെ. ഞാനൊരു മടയനാണെന്ന് തോന്നുന്നുണ്ടോ സുരേഷ്? അതെനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നമ്മളെ സഹായിച്ചതുപോലെ എല്ലാവരും സഹായിക്കണമെന്നില്ല. ഈ റേപ്പ് എന്നൊക്കെ പറയുമ്പോ ലാബ് ടെസ്റ്റ്, ഫോറൻസിക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് മേലോട്ട് പോവും. ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി. റേപ്പ് ചെയ്തവന്റെ കുലം ഏതാണെന്ന് വരെ പിടികിട്ടും. ആര് കൊടുങ്ങും? അത് പോയിന്റാ. ഏതായാലും വക്കീൽ ഒരു കാര്യം കൂടെ ചെയ്യണം. ഭാഗ്യം പരീക്ഷിക്കണ്ട. അപ്പു ഫിനാൻഷ്യലി വീക്ക് ആയതുകൊണ്ട് ഗവൺമെന്റ് അയാൾക്ക് ഒരു വക്കീലിനെ വെച്ചു കൊടുക്കും. അയാളെ ഒന്ന് പിടിക്കണം. അത് ഞാൻ ഏറ്റു സാറേ. കൊലക്കേസിൽ പ്രതിഭാഗം വക്കീലെന്ന് പറയുമ്പോ ചാകര കിട്ടിയ മരക്കാന്റെ പരുവാ. ഈ ചാകര ഇപ്പൊ സർക്കാർ കൊടുക്കുവോ? അത് നിങ്ങളങ്ങ് കൊടുത്തേരെ. 10-20 വർഷം മലയായിലെ തേയിലത്തോട്ടങ്ങളിൽ കൂലിപ്പണി തുടങ്ങി മാനേജർ പണി വരെ ചെയ്ത് പാടുപെട്ടുണ്ടാക്കിയ കാശാണ്. അത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആദ്യം മുതലേ ഭാര്യയും മക്കളും എതിരായിരുന്നു. പക്ഷെ ഞാനത് വകവച്ചില്ല. ഒന്നുമില്ലെങ്കിലും സ്വന്തം നാടല്ലേ. ബാങ്കുകളൊക്കെ ആദ്യം വലിയ സഹകരണമായിരുന്നു. നോൺ റെസിഡന്റ് ഇന്ത്യൻ. കാര്യത്തിലടുത്തപ്പോൾ ഞാൻ അത്ഭുതം കണ്ടു. ശമ്പളം കൊടുക്കുന്ന ലേബേഴ്സിന്റെ പുറത്ത് എനിക്കല്ല അധികാരം. അത് യൂണിയൻ നേതാവെന്ന് പറഞ്ഞ വേറൊരുത്തനാണ്. ആദ്യമൊക്കെ ഞാൻ കുറെ കണ്ടും കണ്ടില്ല എന്ന് നടിച്ചു. ഫാക്ടറിക്ക് കല്ലിടുന്ന ദിവസം തുടങ്ങി ഉദ്ഘാടന ദിവസം വരെ ഞാൻ താണ്ടിയ കടമ്പകൾ മാനസികമായും സാമ്പത്തികമായും എന്നെ തകർത്തു കളഞ്ഞു. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. പ്രൊഡക്ഷൻ തുടങ്ങിയാൽ രക്ഷപ്പെടാവല്ലോ എന്നോർത്ത്. ഉദ്ഘാടന ദിവസം എന്നെയും ഉദ്ഘാടകനെയും തൊഴിലാളികളെയും ഫാക്ടറിക്കകത്ത് കടത്തുന്നില്ല. നമ്മുടെ യൂണിയൻ നേതാവിന്റെ നേതൃത്വത്തിൽ കൊടിതോരണങ്ങൾ, കേട്ടുകേൾവിയിലത്തെ അവകാശവാദങ്ങൾ എഴുതിയ പ്ലേ കാർഡുകൾ, അക്രമത്തിലേക്ക് വഴുതി വീഴുന്ന ഒരുതരം ഖരാവോടെ ലൈൻ. എന്റെ നിയന്ത്രണങ്ങളെല്ലാം തെറ്റി. തൊഴിലാളികളും ദൃക്സാക്ഷികളും VIP-കളും നോക്കി നിൽക്കേ ഞാൻ അവനെ വെടിവെച്ചു കൊന്നു. പക്ഷെ ഞാൻ ഈ കേസിന് രക്ഷപ്പെടും. അതിനുള്ള പഴുതുകൾ പോലീസ് FIR-ലുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്നിനുമല്ല. ആരോ ചെയ്തൊരു കൊല കണ്ടു നിന്ന് നീ എന്നേക്കാൾ കുഴപ്പത്തിലാണ്. നിന്നെ രക്ഷിക്കുമെന്ന് നീ പറയുന്നതാൽ നിന്നെ രക്ഷിക്കാൻ വരില്ല. അത്രയും ചെന്നായ്ക്കളുടെ ലോകമാണിത്. സാറ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അപ്പോ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? അമ്മേ, അമ്മ ചെല്ലു. അമ്മ എന്താ ഒറ്റയ്ക്ക്? ഗോപൻ സാർ വന്നില്ലേ? അമ്മേ. അപ്പുവിന് എന്നെ പരിചയമില്ലല്ലോ അല്ലേ? ഞാൻ പ്രഭാകരൻ, വക്കീലാ. അമ്മേ, എനിക്ക് അപ്പുവിനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. മോനെ, നടന്നെല്ലാം വക്കീലിനോട് പറയണം. ഒന്നും മറക്കണ്ട. സർക്കാർ വക്കീലല്ല, അമ്മ കൊണ്ടുവന്ന വക്കീല. ഞാൻ പുറത്തിരിക്കാം.
അപ്പുക്കുട്ടൻ പറഞ്ഞ കഥയും മിസ്റ്റർ ഗോപൻ എഴുതിയ ചാർജ് ഷീറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പു വിഷമിക്കാനൊന്നുമില്ല. എന്നാലും സത്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ രണ്ടുപേരും അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് പറയാം, അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള എഫ്ഐആറിൽ ഇത്രയും പെർഫെക്റ്റ് ആയി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളൊന്നുമില്ല. ഇല്ല സാർ, ഗോപൻ സാറ് അങ്ങനെ എന്നെ ചതിക്കോ? ഇല്ല. ഗോപൻ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ആ രീതിയിലാണ്. പ്രത്യേകിച്ച് നീ കൊല നടത്തുന്നത് കണ്ട ഒരാളുണ്ട്, ദൃക്സാക്ഷി. ദൃക്സാക്ഷിയോ? ആരെ? രാമൻകുട്ടി. രാമൻകുട്ടിയോ? ഇല്ല സാർ, അങ്ങനെ വരില്ല. അവൻ ചെത്തുതെങ്ങിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. നീ കാറിൽ വന്ന് സുഗന്ധിയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തെറ്റി അവളെ കുത്തിക്കൊല്ലുന്നത് അവൻ കണ്ടു. കള്ളമാണ് സാർ, കള്ളം എന്നാണ് അവൻ DSP കൊടുത്ത മൊഴി. രാമൻകുട്ടി അങ്ങനെ? ഇല്ല സാർ, അവൻ അങ്ങനെ പറയില്ല. ഞാനിത് വിശ്വസിക്കില്ല. അവൻ അങ്ങനെ പറയില്ല സാർ, ഞാനത് വിശ്വസിക്കില്ല. അപ്പോ ഞാനിത് വിശ്വസിക്കില്ല സാർ. ഞാൻ ഊഹിച്ച പോലെ തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടൊരു ഫ്രെയിമിംഗ്, ചാർജുകളെല്ലാം വളരെ ക്ലീൻ, വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. തളർന്നിരിക്കുന്ന സമയമല്ല ഇത്. നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, ജയിലിൽ ചാടുക. പുറത്തിറങ്ങിയാൽ നീ രാമൻകുട്ടിയെ കണ്ടുപിടിക്കുക. അവന് പിള്ളേരെ ആരോ കിടന്ന് കളിക്കുന്നുണ്ട്. അതും സാധിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഒളിവിൽ പോവുക. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ജാമ്യം കിട്ടിയോ? രാമൻകുട്ടിയോടെ? അപ്പൊ എങ്ങനെ പുറത്തു വന്നു? ജാമ്യം കിട്ടിയില്ലെന്നാണല്ലോ കൊച്ചേട്ടൻ പറഞ്ഞത്. രാമൻകുട്ടി എവിടെന്നാ ചോദിച്ചത്? കൊച്ചേട്ടൻ ഇപ്പൊ വരും. അപ്പൊ അതേക്ക് വരും. എവിടെ രാമൻകുട്ടി? അപ്പൊ ഞാൻ മാറി. പറയുന്നത് അപ്പൊ എന്തിനാ വന്നേ? കൊച്ചേട്ടനെ വഴക്കുണ്ടാക്കാനാണോ? അല്ല, അവനെ കൊല്ലാനാ. അപ്പൊ അവൻ പോലീസിൽ സാക്ഷി പറഞ്ഞ എന്താണെന്നറിയാം? സുഗന്ധിയെ ഞാൻ കൊല്ലുന്നത് അവൻ കണ്ടെന്ന്. ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ ഞാനിന്ന് തൂക്കുകാരന്റെ മുന്നിലാണ്. ഇല്ല. പറഞ്ഞു. നിന്നെ പോലും ഞാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവന്റെ സഹോദരി ആയതുകൊണ്ടാ. അവൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അതറിഞ്ഞിട്ടേ ഞാൻ പോകും. സരോനി, ഇതെന്നാണ് ഈ വിളക്കെടുത്തകത്ത് വയ്ക്കാത്തെ?
പറയാം. കൊലല്ലേ അപ്പു? നീ എന്തിന് എനിക്കെതിരെ സാക്ഷി പറഞ്ഞു? പറടാ. കാണാത്ത കാര്യത്തിന് നീ എങ്ങനെ ദൃക്സാക്ഷിയായി? എടാ നന്ദി കെട്ട നായെ, ഓർമ്മ വെച്ച നാൾ മുതൽ നീ എന്നെയും ഞാൻ നിന്നെയും കണ്ടു വളർന്നതാ. ഏത് അർദ്ധരാത്രിയിലും ഏതിരിട്ടത്തും നിന്നെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നീ സുഗന്ധിയുടെ ശവം കൊണ്ടിടുന്നത് ഞാൻ തെങ്ങിന്റെ മുകളിൽ ഇരുന്ന് കണ്ടതാ. പോലീസ് സ്റ്റേഷനിലിട്ട് എന്നെ കൊല്ലാതെ കൊന്നപ്പോഴും എന്റെ ജീവൻ തൂക്കുകാരന്റെ മുമ്പിലായപ്പോഴും ഞാൻ ഈ രഹസ്യം പുറത്ത് ആരോടും പറഞ്ഞില്ല. വക്കീലിനോട് പോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അറിയാവോ നിനക്ക്? നീ രാമൻകുട്ടി ആയതുകൊണ്ട്. ഈ കൊലയിൽ നിനക്ക് എന്താ പങ്ക്? പറയടാ, നീയാണോ കൊന്നത്? ഇല്ല അപ്പു, ഇല്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനിത് പെട്ടുപോയതാ. ഞാൻ എല്ലാം പറയാം. എന്റെ ഗതികേടുകൊണ്ടാ ഞാൻ കള്ളസാക്ഷി പറയേണ്ടി വന്നത്. സരോജിനിയും നീയും എനിക്ക് ഒരുപോലെയാ. ഞാൻ കള്ളസാക്ഷി പറഞ്ഞില്ലെങ്കിൽ അവക്ക് പോലും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോ നിങ്ങൾ ആരെയെങ്കിലും ഒരാൾ എനിക്ക് കൈവിടേണ്ടി വന്നു. എനിക്ക് അവളെ കൈവിടാൻ ഒക്കുവോ? അപ്പു, ഒരു വയറ്റിൽ പിറന്നതല്ലേ. നടന്നത് എന്താന്ന് പറ. വളരെ ഉപകാരം കേട്ടോ. സുഗന്ധി നാളെ കഴിഞ്ഞ് വരത്തില്ലേ? പോണതിന് മുമ്പ് കാണണം. ആ. പറ്റേ. സുഗന്ധി, ആ നീ എന്തിനാ അപ്പുന്റെ കട കയറി വന്നത്? അവന് സംശയം തോന്നത്തില്ലയോ? ഇല്ല, ഞാൻ വീട്ടിൽ പോവാണെന്നാ പറഞ്ഞത്. ആ, എന്തുവാണ്? വാ. ചേട്ടാ, ചേട്ടൻ ഉള്ളത് കൊണ്ടാ ഞാൻ വരുന്നത്. എനിക്ക് പേടിയാ. ഓ, എന്താ പേടിക്കാനാ? അങ്ങോട്ട് ചെല്ലണം, ഡയറക്ടറെ കാണണം, സന്ധ്യയ്ക്ക് മുമ്പ് പോരണം. സുഗന്ധി കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല സാർ. ഈ സിനിമാക്കാരെന്ന് പറഞ്ഞാല് യാതൊരു കൃത്യനിഷ്ഠയില്ല. ആ ഡയറക്ടർ എവിടെ പോയി കിടക്കാണോ? ഇരിക്കൂ, കമോൺ, ഇരിക്കുന്നേ. സുഗന്ധിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലക്ഷങ്ങൾ മുടക്കുന്നത്. ഡാൻസിന് പ്രോമിനൻസ് ഉള്ള ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാൻ ഡയറക്ടറോട് പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു സാർ. സോറി, വിത്ത് യുവർ പെർമിഷൻ. എന്താ സാർ ഡയറക്ടർ വരാൻ വൈകുന്നത്? അത് കൊള്ളാം. വലിയ വലിയ സിനിമാ നടികൾ ഒരു അങ്ങനെ കാത്തിരിക്കല്ലേ? അങ്ങനെ സുഗന്ധിക്ക് വേണ്ടി കാത്തിരിക്കൂ. വലിയ ആളല്ലേ? എന്താ ഭയമാകുന്നുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? എന്റെ ബംഗ്ലാവിലല്ലേ? ഞാൻ പുറത്തിരിക്കാം സാർ. എന്തിന്? രാമൻകുട്ടി ഉണ്ടല്ലോ അവിടെ. രാമൻകുട്ടി പുറത്തുണ്ടോ? ഉണ്ട് സാർ. നോക്കട്ടെ. ശങ്കര. മുതലാളി വിളിക്കുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്നാ ഞാൻ കൂടെ വരാം. നീ എവിടെ പോകുന്നു? നീ ഇവിടെ ഇരിക്കേ. ചീട്ടിട്. എന്താ മുതലാളി? രാമൻകുട്ടി എവിടെ ഉണ്ടോ? രാമൻകുട്ടി അകത്തെ മുറിയിലുണ്ടല്ലോ. വാ രാമൻകുട്ടി, ഇവനിവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കൊച്ചിരിക്കെ, ഞാനിപ്പോ വരാം. സംവിധാനം വന്നില്ലേ? അയാൾ ഇപ്പൊ വരും. നമുക്ക് അകത്ത് പോയിരുന്ന് കളിക്കാം. അതിനെന്തിനാ അകത്ത് പോയിരിക്കുന്നു? എടാ, അയാൾ ഇവിടെ ലൊക്കേഷൻ നോക്കാൻ വരുമെന്ന്. നീ ആ കുപ്പിയൊക്കെ നിർത്തേ. ഇവിടെയോ? വേഗം വേഗം എടുത്തോടുത്തോടുത്തോളൂ. സാർ, രാമൻകുട്ടി. ഇതുപോലുള്ള കലാപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒരു ചെത്തുകാരൻ എന്താ കാര്യം? ഞാൻ പുറത്തിരിക്കാം സാർ. പുറത്ത് നല്ല മഞ്ഞുണ്ട്, തണുക്കും, പനി വരും. എനിക്ക് പോണം സാർ. ഇല്ല, ശങ്കര, വർക്കി, എന്താ മുതലാളി? പിടിക്കണ അവളെ. മുതലാളി, എന്ത് പണിയായത്? മിണ്ടി പോകരുത്, കൊന്നുകളെ തന്നെ ഞാൻ. പോടാകത്ത് പോകാൻ. നീ അവിടെ നിൽക്കാൻ. സാർ, രക്ഷിക്കണം സാർ.
സുഗന്ധി, സുഗന്ധി, സുരേഷ്, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? പറയടാ, എന്തോന്ന്? എങ്ങനുണ്ട്? മൊലാളി, എന്നാൽ മൊലാളി ചതിയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവനൊരു ശല്യമായല്ലോ. ശങ്കര, എന്താ പറയാ, ഞാനല്ലേ വിളിച്ചോണ്ട് പോടാ ഇവിടുന്ന്. നടക്കടാ. എന്താ? അവരാ പെണ്ണെ കൊല്ലും, അവളെ കൊല്ലും. തന്നെ കാണിക്കുന്നത്. നിർത്തടാ. എന്താ മുതലാളി? ഒരു കയ്യബദ്ധം പറ്റി. ഒരു ഷാപ്പിൽ തുറക്കി വിട്ടിട്ടില്ല. പറയാം, കേറിയിട്ട് പറയാം. എന്താടാ നിന്ന് മോങ്ങുന്നേ? ശവം കൊണ്ടുപോകാൻ ആശാന്റെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നീ കൂടെ പോണം. മുതലാളി, മിണ്ടി പോകരുത്. എനിക്ക് പേടിയാകുന്നു. നിന്റെ കുടുംബം ഞാൻ കലക്കി കളയും. പോകാനാ പറഞ്ഞത്. നിന്നെയും കൊന്ന് എന്റെ ജീവിതം അവസാനിപ്പിക്കാനാണ് ഞാൻ ജയിൽ ചാടിയത്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സെന്നോട് പറയുന്നു, ഈ കേസിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടെന്ന്. നിനക്കും രക്ഷപ്പെടാം. ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വരണം. ഈ രാത്രി തന്നെ വക്കീലിന്റെ അടുത്തേക്ക്. എന്താ, നീ വരില്ലേ? വരാപ്പോ, എവിടെ വേണമെങ്കിലും വരാം. നിന്നെ മുഖത്തോട് മുഖം കണ്ടുമുട്ടുന്ന ഒരു നിമിഷത്തെ മാത്രമേ ഞാൻ ഭയപ്പെട്ടിരുന്നുള്ളൂ. അത് കഴിഞ്ഞല്ലോ. ഇനി എവിടെ വേണമെങ്കിലും വരാം. ഏത് കോടതിയിലും ഞാൻ സത്യം പറയാം. സാറിനെ കൊന്നാലും ശരി, ഞാൻ അപ്പൊ കൂടെ എന്തായിട്ട് സാക്ഷി പറയല. ഞാൻ അവനോട് സത്യം മുഴുവൻ പറഞ്ഞു. രാമൻകുട്ടിയെ ഇനി നിർബന്ധിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ സമ്മതിച്ചാൽ തന്നെ കേസ് കോടതിയിലെത്തുമ്പോ അവൻ തിരിച്ചു പറയുമെന്നുള്ളത് ഉറപ്പല്ലേ? അപ്പു സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ ഒരു വഴി? പ്രഭാരം വക്കീൽ ഇടപെടുമെന്നുള്ളത് ഉറപ്പാ. ചെകുത്താനും കടലിനും നടുക്കായതുപോലെ അപ്പു ഏത് നിമിഷം ഇവിടെ എത്താം. ആകെ നനഞ്ഞാ പിന്നെ കുളിരില്ലല്ലോ. ഒരു വഴിയുണ്ട്, ഒരേ ഒരു വഴി. ശങ്കര, ശങ്കര, നീ ജയിലിൽ ചാടിയോ? ഇപ്പൊ ഉള്ള കേസിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് തല പോവുകയാണ് ഞാൻ ദിവസങ്ങളായിട്ട്.
അതിനിടയിലാണ് ഒരു ജയിലിയാട്ടം. സാർ ക്ഷമിക്കണം. സാർ എത്ര തലപോഞ്ഞാലും ഞാൻ രക്ഷപ്പെടില്ലെന്ന് സാറ് തന്നെ സൂചിപ്പിച്ചതല്ലേ. ഒരാവേശത്തിനാണ് ഞാൻ ജയിലിയാടിയത്. എങ്കിലും അത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ രാമൻകുട്ടിയെ കണ്ടു. അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു സാർ. എന്നിട്ട് രാമൻകുട്ടി എവിടെ? സാറേ, ഗോവൻ സാറേ, എന്താ ഈ രാത്രിയിൽ എല്ലാരും കൂടെ? എന്താ ബുക്ക? എന്താ ആശാനെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഗോപൻ സാർ ഇവിടില്ലേ അമ്മച്ചി? ഇല്ല, പുറത്തു പോയി. എന്താ കാര്യം? അപ്പുകുട്ടൻ ജയിലിയാടി അമ്മച്ചി. ദേവി, സന്ധ്യയ്ക്ക് അപ്പുകുട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു. കൊച്ചേട്ടൻ അന്വേഷിച്ചാ വന്നത്. കൊച്ചേട്ടൻ വന്നതും അപ്പുനെ കണ്ടിറങ്ങി ഓടി. അപ്പച്ചേട്ടനെ കൊല്ലു അമ്മച്ചി. പെണ്ണ് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ രണ്ടിനെയും ഞാൻ ഇനി തിരയാത്ത സ്ഥലമില്ല. ഗോവൻ സാറിനെ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായാൽ. അപ്പു രാമൻകുട്ടി ഒന്നും ചെയ്യില്ല മോളെ. അല്ല അമ്മച്ചി, കൊല്ലൂന്ന് എന്നോട് പറഞ്ഞു. അമ്മച്ചിയല്ലേ പറയുന്നത്? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പോയിക്കോളൂ. എന്തായാലും അപ്പു ഇവിടെ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അമ്മച്ചി, കൊച്ചേട്ടനൊന്നും സംഭവിക്കില്ല. മോള് പോയിക്കോളൂ. വാ മോളെ. പാവച്ചേ, അമ്മേ, ഞാൻ എല്ലാം കേട്ടു. അമ്മയ്ക്ക് മതിയായില്ലേ? ചെറുപ്പത്തിൽ ബാല്യക്കാരികളും കൂട്ടുകാരികളും അടക്കം പറഞ്ഞു ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, മറന്നിട്ടുമില്ല. ഒരമ്മയോട് മകള് ചോദിച്ചുകൂടാ, സഹിയിട്ട് ചോദിച്ചു പോവാണ്. അപ്പൊ നിങ്ങളുടെ ആരാ? അമ്മ പ്രസവിച്ചാണോ അവനെ? ഗോപേട്ടനെക്കാളും എന്നെക്കാളും അമ്മയ്ക്ക് അവൻ വലിയവനായത് എങ്ങനെയാ? അവൻ ആരാ? അവൻ എന്റെ മകനാണ്. ഞാൻ പ്രസവിക്കാതെ പോയ എന്റെ മകൻ. നിന്റെ അച്ഛൻ മംഗലത്ത് മാധവൻ തമ്പിയുടെ മകൻ. കല്യാണിക്കുട്ടിയോട് നിന്റെ അച്ഛന് തോന്നിയൊരു കമ്പം, അല്ലെങ്കിൽ ഒരു അബദ്ധം. മരിച്ചുപോയ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ? കല്യാണിക്കുട്ടിയുടെ മരണശേഷം അനാഥനായി പോയി അപ്പനെ ഏറ്റെടുക്കാൻ അഭിമാനം വകവെക്കാതെ അദ്ദേഹം തയ്യാറായി. എന്നോടെല്ലാം ഏറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. എനിക്ക് നിന്റെ ജീവിതമായിരുന്നു വലുത്. അച്ഛന്റെ മരണശേഷം തെരുവിൽ കിടന്ന് വളർന്ന അപ്പനെ കണ്ട് എനിക്ക് പശ്ചാത്താപം തോന്നി. ഈ വീട്ടിൽ നിനക്കുള്ള അവകാശമുള്ളതല്ല അവനും. നിന്റെ വിവാഹത്തിന് 2 വർഷം മുൻപ് ഞാൻ അവനോട് സത്യമെല്ലാം പറഞ്ഞു. വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പു സമ്മതിച്ചില്ല. അവൻ എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു, മറ്റാരും അറിയരുതെന്ന്. നീ പോലും. നിനക്ക് വിവാഹാലോചനകൾ വരുന്ന സമയമായിരുന്നു. കുടുംബത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുന്ന അവൻ പറഞ്ഞത്. അന്നു മുതൽ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവൻ എന്റെ മകനായി, നിന്റെ അനുജനായി. ഒരു ജോലിക്കാരനേക്കാൾ താഴെയല്ലേ എല്ലാരും അവന് കൊടുത്ത സ്ഥാനം? അല്ല രമണി? എല്ലാം എന്റെ തെറ്റാ. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതും നടന്നില്ല. കർമ്മദോഷം